ഹലോ, ഇന്ന് നമുക്ക് DIY ഹെയർ ടൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കാർഡ്ബോർഡിൽ ഇതുപോലെ ബട്ടർഫ്ലൈ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ഇതുപോലെ ഫോം ഷീറ്റിൽ വെച്ചിട്ട് ആ ഒരു അളവിൽ വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ചാകുമ്പോൾ അവർക്ക് ആ ഡ്രസ്സിൽ ഈ ഒരു ഹെയർ ടൈ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ് കോമ്പസ് വെച്ചിട്ട്. ഒരു ചെറിയ വളമൊക്കെ, കുട്ടികളുടെ വളമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ രണ്ടെണ്ണം നേരെയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒരു 2 ലൈനും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഈ ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫോം ഷീറ്റ് ഒന്ന്, ഗ്ലിറ്റർ ഇല്ലാത്ത ഷീറ്റുമെന്ന് ഇതുപോലെ നീളത്തിലുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിൻ്റെ ഈ 2 സൈഡ് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് മാറ്റരുതേ, ശ്രദ്ധിക്കണേ. കണ്ടതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് എടുക്കുക. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റേ വശവും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തല്ലോ, അത് സെൻറ്ററിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് പിടിക്കണേ. ഇതുപോലെ പിടിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, ₹1 ₹2 ഒക്കെ കൊടുത്താൽ. അപ്പോൾ അത് ഈ ഒരു കളറിനനുസരിച്ച് മേടിക്കണേ. എന്നിട്ട് ഗം അപ്ലൈ ചെയ്യുക. ഈ ഒരു ഹെയർ ടൈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പീസും ഗം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ മറ്റേ വശത്തുള്ള പീസുമേലും ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ടൈയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഫോം ഷീറ്റ് മേടിച്ചിട്ട് ട്രൈ ചെയ്താൽ മതി, നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.